Hi students, welcome to a new class. Today we are going to discuss the classification of products or goods. The products are classified into three groups according to their durability or tangibility. ഡ്യൂറബിലിറ്റിയുടെയും ടാഞ്ചിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റുകളെ വിവിധ ഗ്രൂപ്പുകളായിട്ട് പ്രധാനമായും 3 ഗ്രൂപ്പുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് തരം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി ആൻഡ് ടാഞ്ചിബിലിറ്റി. ഡ്യൂറബിലിറ്റിയുടെയും ടാഞ്ചിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്തിരിക്കുന്നു, തരം തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നുള്ളത്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് കൺസ്യൂംഡ് ഫാസ്റ്റ് ആൻഡ് പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി, ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ലോങ്. വളരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയും സ്ഥിരമായിട്ട് വാങ്ങുകയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ലോങ്, അത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ഇത് വരും. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? കൺസ്യൂംഡ് ഫാസ്റ്റ്, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതും യൂസ് ചെയ്യുന്നതും, അതുപോലെ പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി, സ്ഥിരമായിട്ട് വാങ്ങുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ലോങ്, ദീർഘകാലത്തേക്ക് അതിനെ ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് സോപ്പ്, സാൾട്ട് എക്സെട്ര, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സിന് എക്സാമ്പിളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെസസറീസ് ബൈ ആൻഡ് ലാർജ് ഫാൾ അണ്ടർ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. വളരെ നെസസറി ആയിട്ടുള്ള ഐറ്റംസുകൾ അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് ആണ് രണ്ടാമത്തേത്. ദീസ് ഗുഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് ടൈം, ദീർഘകാലം ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത് ഡ്യൂറബിൾ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂറബിൾ, ലാസ്റ്റ് ചെയ്യുന്നത്, നീണ്ടു നിൽക്കുന്നത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ദീസ് ഗുഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ടൈം, ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് ഇത്. They can be used again and again, വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഡ്യൂറബിൾ ഗുഡ്സ്. വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ക്ലോത്തിങ്, ഫർണിച്ചർ, കാർ എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. സ്ഥിരമായിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ദെൻ തേർഡ് വൺ സർവീസസ്. ദീസ് ആർ ആക്ടിവിറ്റീസ്, ബെനഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫേർഡ് ഫോർ സെയിൽ. സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങളാണ്, അതുപോലെ തന്നെ ബെനഫിറ്റുകളാണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓഫേർഡ് ഫോർ സെയിൽ, വിൽപ്പനയ്ക്ക് വെക്കുന്ന, വിൽപ്പനയ്ക്കായി വാഗ്ദാനം ചെയ്യുന്ന ആക്ടിവിറ്റീസോ ബെനഫിറ്റ്സോ സാറ്റിസ്ഫാക്ഷനോ സംതൃപ്തിയോ ഇതൊക്കെ എന്താണ്? സർവീസാണ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെയർ കട്ട്, TV റിപ്പയർ, ട്രെയിൻ ജേണി, വാച്ചിങ് എ മൂവി ഒക്കെ എക്സാമ്പിളാണ്. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, ഇൻസെപ്പറബിൾ, വേരിയബിൾ ആൻഡ് പെരിഷബിൾ. സർവീസസ് എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്, അതുപോലെ ഇൻസെപ്പറബിൾ, വേർതിരിക്കാൻ സാധിക്കാത്തതാണ്, വേരിയബിൾ ആണ്, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്, അതുപോലെ പെരിഷബിൾ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, കേടുവന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അവസാനിക്കുന്നതാണ്. ഓക്കെ, അതാണ് സർവീസസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ ദ എൻറ്റയർ പ്രോഡക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി ഉൽപ്പന്നങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. അതാണൊന്ന് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്, രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ളത്.
ആദ്യമായി നമുക്ക് നോക്കാം കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അന്തിമമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണെന്ത്? കൺസ്യൂമർ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഫൈനലി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫൈനൽ കൺസംഷനാണ്. നമ്മളൊരു സോപ്പ് വാങ്ങുന്നു, അതെന്ത് ചെയ്യുന്നു? നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് വാങ്ങുന്നു, അല്ലെങ്കിൽ അലക്കാൻ വേണ്ടിയിട്ട് സോപ്പ് വാങ്ങുന്നു. സോ അത് നമ്മൾ ഉപയോഗിക്കുന്നു, അത് നമ്മുടെ ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ അതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദീസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ് ഡയറക്ട്ലി. കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആരായിരിക്കും? അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആയിരിക്കും. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവാണ്. ആ ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന ഉപഭോക്താവാണ് എന്ത് ചെയ്യുക? ഈ സാധനങ്ങളെ പർച്ചേസ് ചെയ്യുക. കൺസ്യൂമർ ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്നത് ആ വസ്തു ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്ന കക്ഷിയാണ്. ഫോർ സാറ്റിസ്ഫൈങ് ദെയർ വാണ്ട്സ് ഡയറക്ട്ലി. നേരിട്ട് കൊണ്ട് ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഒരാൾക്ക് അയാളുടെ നീഡ്സിനെയോ വാൻസിനെയോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ നേരിട്ടൊരു സാധനത്തെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റൈസ്, അരി. നമ്മൾ ചോറ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അരി വാങ്ങുന്നു. അതുപോലെ പൊട്ടറ്റോ, മിൽക്ക്, പൾസസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ അല്ലേ. അതുപോലെ ടൂത്ത് പേസ്റ്റ്, ബ്ലേഡ്, ഷൂ, പെൻ, പേപ്പർ, 2 വീലേഴ്സ്, ഫർണിച്ചർ, TV, കാർ, ബുക്സ് എക്സെട്ര. ഇതൊക്കെ എന്താണ്? കൺസ്യൂമർ ഗുഡ്സിന് എക്സാമ്പിളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. അടുത്തായിട്ട് പറയുന്നു ഈ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നാണ്. ഒന്നാമത് പറയുന്നു ഫൈനൽ കൺസംഷൻ. കൺസ്യൂമർ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ദി ഫൈനൽ കൺസംഷൻ. അന്തിമമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. കൺസ്യൂമർ ഗുഡ്സ് ആർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് മെൻഡ് ഫോർ ഫൈനൽ കൺസംഷൻ. ഫൈനൽ കൺസംഷന് വേണ്ടി തയ്യാറായിട്ടുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഉൽപ്പന്നത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടുള്ള ഉൽപ്പന്നമാണ് ഇത് ഇവിടെ കൺസ്യൂമർ ഗുഡ്സിൽ ഉണ്ടാവുക. അതുപോലെ യൂട്ടിലിറ്റി. കൺസ്യൂമർ ഗുഡ്സ് ആർ പ്രൊവൈഡിങ് സം യൂട്ടിലിറ്റി ടു ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ചില യൂട്ടിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ആര്? ഈ കൺസ്യൂമർ ഗുഡ്സ്. അതായത് ദേ ആർ പ്രൊവൈഡിങ് സം യൂസസ്, ചെറിയ യൂസസ്, സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ്. കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർ ഫുൾഫില്ലിംഗ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ആൻഡ് ദർ ആർ some associated services like warranty, delivery, pre-sale and post-purchase behavior, repairs, credit facility. ഇതൊക്കെ എന്താണ്? കൺസ്യൂമർ ഗുഡ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രത്യേകത അതിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ബ്രാൻഡ് നെയിമിലൂടെ ആയിരിക്കും കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റിനെ അറിയുന്നത്. ഓക്കെ. മാത്രമല്ല സ്മോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ആണ് ഉണ്ടാവുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി പർച്ചേസ്, വളരെ കുറഞ്ഞ അളവിലുള്ള എന്ത് ചെയ്യുന്നു? ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വാങ്ങുള്ളൂ നമ്മൾ. അതാണ് പറയുന്നത്. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ഉപഭോഗ ഉൽപ്പന്നങ്ങളെ പ്രധാനമായിട്ടും വിവിധ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, അൺസോർട്ട് ഗുഡ്സ് എന്നിങ്ങനെയെല്ലാം തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. കൺവീനിയൻസ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് which the consumers usually purchase frequently or immediately and with little effort from convenient location. കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ എന്താ? സൗകര്യപ്രദമായത്. കൺവീനിയൻസ് എന്ന് വെച്ചാൽ സൗകര്യപ്രദമായത് എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്നാണ് അർത്ഥമാക്കുന്നത്. സോ കൺവീനിയൻസ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് which the consumers usually purchase frequently.
സ്ഥിരമായിട്ട് ഒരു കൺസ്യൂമർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് കൺവീനിയൻസ് ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. ഓർ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ വാങ്ങുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത്. വിത്ത് ലിറ്റിൽ എഫേർട്ട്, വളരെ കുറഞ്ഞ ശ്രമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് വാങ്ങുകയാണെങ്കിൽ, പെട്ടെന്ന് വാങ്ങുകയാണെങ്കിൽ, അതാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയൊരു പലചരക്ക് കടയുണ്ട് എന്ന് കരുതുക. നമുക്ക് അത്യാവശ്യ സാധനം, വീട്ടിലേക്കൊരു വിരുന്നുകാർ വന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാൻ ചായക്കടിയൊന്നുമില്ല, അല്ലെങ്കിൽ പലഹാരമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബേക്കറി ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ആ കടയിലേക്ക് ചെല്ലുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ വസ്തുക്കളെ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത് കൺവീനിയൻസ് ഗുഡ്സ് ആണ്. കാരണം നമ്മുടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് സ്ഥിരമായിട്ട് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺവീനിയൻസ് ഗുഡ്സ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുന്നത് മാഗസിൻസ്, സിഗരറ്റ്, ബിസ്ക്കറ്റ്, അംബ്രല്ലാസ്, റൈസ്, പൾസസ്, മിൽക്ക്, ബ്രെഡ്, നമുക്ക് അർജൻറ്റായിട്ട് നെസസറി ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. വീട്ടിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത കടയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അത് വാങ്ങി വരുന്നു. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. കൺവീനിയൻറ്റ്, സൗകര്യമാണ് അവിടെ നോക്കുന്നത്, സൗകര്യപ്രദമായിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത്. ഷോപ്പിംഗ് ഗുഡ്സ് ആർ ദോസ് വിച്ച് എ കൺസ്യൂമർ ബൈസ് ആഫ്റ്റർ കമ്പയറിംഗ് ദ സ്യൂട്ടബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ് എക്സെട്ര. ഒരു ഉൽപ്പന്നത്തെ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ അത്തരത്തിലുള്ള മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ട് അതിൻ്റെ വിലയും അതിൻ്റെ ക്വാളിറ്റിയും ഗുണമേന്മയും മറ്റു കാര്യങ്ങളുമൊക്കെ കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്തതിന് ശേഷം ഉൽപ്പന്നത്തെ വാങ്ങുകയാണെങ്കിൽ അതാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. Shopping goods are those when the consumer buy after comparing the suitability, quality, price in different brands. For example, നമ്മളൊരു ഒരു കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പോവുകയാണെന്ന് കരുതുക. നമ്മുടെ മുന്നിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും, ഇല്ലേ? ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. നമ്മൾ അതെന്ത് ചെയ്യുന്നു, അതൊക്കെ കമ്പയർ ചെയ്തിട്ടേ വാങ്ങുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാങ്ങാൻ പോകുന്നത് ടെലിവിഷൻ ആണെന്ന് കരുതുക. ടെലിവിഷൻ ആണെങ്കിൽ എന്തുണ്ട്, വ്യത്യസ്തമായ മോഡലുകളിലും വ്യത്യസ്തമായ റേഞ്ചിലും പ്രൈസ് റേഞ്ചിലും ഒക്കെയുള്ള, ഇപ്പം വ്യത്യസ്തമായ ടെക്നോളജിയിലുമുള്ള ടി വികളുണ്ട്. സോ നമ്മൾ ടി വി വാങ്ങാൻ പോകുന്നു, 21 ഇഞ്ചിൻ്റെ ടി വിയാണ്. അവിടെ ചെല്ലുമ്പോൾ പറയും സാധാരണ CRT മോണിറ്റർ ഉണ്ട്, അതുപോലെ LED ഉണ്ട്, OLED ഉണ്ട്, അതുപോലെ AMOLED, അങ്ങനെ ഓരോ ടെക്നോളജിയിലുള്ള ടി വികളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെവ്വേറെ കമ്പനികളുടേതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും കമ്പയർ ചെയ്തിട്ട് അവസാനമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതാണ് ഷോപ്പിംഗ് ഗുഡ്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ ഉൽപ്പന്നം മറ്റുള്ള ഉൽപ്പന്നങ്ങളുമായി കമ്പയർ ചെയ്ത്, താരതമ്യം ചെയ്ത്, വിലയും അതിൻ്റെ ഗുണമേന്മയും ഒക്കെ പരിശോധിച്ച്, തൂക്കവും ഒക്കെ പരിശോധിച്ചതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, വാങ്ങുള്ളൂ. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഇത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുള്ളത്, ദീസ് ഗുഡ്സ് ആർ വിച്ച് ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്, സം യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബയേഴ്സ് മേക്ക് സ്പെഷ്യൽ എഫേർട്സ് ടു ബൈ ദം. സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് പ്രത്യേകമായ ചില സവിശേഷതകൾ, യുണീക്കായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്, സവിശേഷമായ ചില പ്രത്യേകതകളുണ്ട്. സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകളോട് കൂടിയിട്ട് ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഇത് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്നുള്ളത്. ആൻഡ് ദ ബയേഴ്സ് മേക്ക് സ്പെഷ്യൽ എഫേർട്സ് ടു ബൈ ദം. വാങ്ങുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, വാങ്ങുന്നവരെന്ത് ചെയ്യും, പ്രത്യേകമായിട്ടുള്ളൊരു എഫേർട്ട്, ശ്രമം നടത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ആ ഉൽപ്പന്നത്തെ വാങ്ങുക എന്നുള്ളതാണ്. ദീസ് ഗുഡ്സ് ആർ യുണീക്ക്. ഈ ഉൽപ്പന്നങ്ങൾ എന്താണ്? സവിശേഷമായ ഉൽപ്പന്നങ്ങളാണ്. അൺയൂഷ്വൽ, സാധാരണയായിട്ടുള്ള ഉൽപ്പന്നങ്ങളല്ല. അതുപോലെ ലക്ഷൂറിയസ്, ആഡംബരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ദ ബയർ വിൽ സച്ച് ഗുഡ്സ് ഫ്രം സ്പെഷ്യൽ റീറ്റെയിലേഴ്സ്. പ്രത്യേകമായ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബാഗ്, അതുപോലെ തന്നെ H&M എന്നറിയപ്പെടുന്ന ബ്രാൻഡിൻ്റെ ഒരു ഷർട്ട്, റെയ്ബാനിൻ്റെ ഒരു ഗ്ലാസ്,
റോൾസ് റോയ്സിൻ്റെ ഒരു കാറ് അല്ലേ, അത് കൺസ്യൂമർ ഗുഡ്സ് അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളതാണ് എന്നുള്ളത്. അതുപോലെ റാഡോയുടെ ഒരു വാച്ച്, ടിസോട്ടിൻ്റെ ഒരു വാച്ച്, ഇതൊക്കെ എന്താണ് ലക്ഷൂറിയസ് ആയിട്ടുള്ളതും അൺയൂഷ്വൽ ആയിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ എഫേർട്ട് എടുക്കും. ഓക്കെ, ചില ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് സ്പെഷ്യൽ എഫേർട്ട് എടുക്കേണ്ടി വരും, നമ്മുടെ നാട്ടിലെ കടയിൽ കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡെക്കാത്തലൻ എന്ന് പറയുന്ന സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഡെക്കാത്തലൻ ബ്രാൻഡിലുള്ള ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണം, അത് വാങ്ങണമെങ്കിൽ അവിടെ തന്നെ പോകണം. സോ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ റീറ്റെയിലറുടെ അടുത്തേക്ക് നമുക്ക് പോവേണ്ടി വരും. അതാണ് അവിടെ പറയുന്നത്. അടുത്തതാണ് അൺസോട്ട് ഗുഡ്സ് എന്നുള്ളത്. These goods are consumer does not know about or does not normally think of buying. These goods are consumer does not know about or does not normally think of buying. ഇൻഷുറൻസ് പോളിസി ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ അയാൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്തതാണ് ഇത് ഇൻഷുറൻസ് പോളിസി. എന്ത് ചെയ്യുന്നു, സാധാരണയായിട്ട് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇത്രയാണ്. നമ്മൾ കൺസ്യൂമർ ചിന്തിക്കാത്ത അല്ലെങ്കിൽ കൺസ്യൂമർ വാങ്ങുവാൻ വേണ്ടി തീരുമാനിക്കാത്തതായ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. There is another category of consumer goods known as fast moving consumer goods. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമർ ഗുഡ്സിലെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഇത് FMCG എന്നറിയപ്പെടുന്നത്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്. ദീസ് ആർ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് വിച്ച് ആർ ഫ്രീക്വൻലി പർച്ചേസ്ഡ്. കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് വാങ്ങുന്ന നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. പെട്ടെന്ന് കേടുവന്ന് പോവാത്ത ഉൽപ്പന്നങ്ങളാണ്, ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളത്. ദീസ് ആർ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ദാറ്റ് ആർ ഫ്രീക്വൻലി പർച്ചേസ്ഡ്. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന എന്നാൽ നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള, പെട്ടെന്ന് കേടുവരാത്ത ഉൽപ്പന്നങ്ങളാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ വരുന്നത്. FMCG ഓൾസോ നോൺ ആസ് കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ്. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണിത് കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ്. കൺസ്യൂമേഴ്സ് സ്പെൻഡ് മിനിമം ടൈം ആൻഡ് എഫേർട്ട് ടു ബൈ ദീസ് ഐറ്റംസ്. വളരെ കുറച്ച് സമയവും വളരെ കുറച്ച് എഫേർട്ടും എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ കൺസ്യൂമർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രോസറി ഐറ്റംസുകൾ, സോപ്പും പൊടി അല്ലേ, വാഷിംഗ് പൗഡർ, അതുപോലെ ബിസ്ക്കറ്റ്, ഇതുപോലുള്ള സാധനങ്ങൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ടോയ്ലറ്ററീസ്, ഹാർപ്പിക്ക് പോലെയുള്ള, അതൊക്കെ എക്സാമ്പിളാണ്. ലോകോത്തരമായിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ കമ്പനീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് HUL ആണ് പ്രധാനമായിട്ടും. HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ P&G, നെസ്ലെ, ITC തുടങ്ങിയ ഇന്ത്യൻ ടൊബാക്കോ കോർപ്പറേഷൻ, ITC പോലെയുള്ള കമ്പനികൾ എന്താണ്, ഇതിന് എക്സാമ്പിളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്ത് പറയുന്നു FMCG ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. FMCGയെ പ്രധാനമായും 3 കാറ്റഗറിയായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിനെ പ്രധാനമായിട്ടും 3 തരത്തിൽ തരം തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് സ്റ്റേപ്പിൾ ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. ദീസ് ആർ പർച്ചേസ്ഡ് ഓൺ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് സ്റ്റേപ്പിൾ ഗുഡ്സ്. ദീസ് ആർ ബേസിക് ഡിമാൻഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യമാണെന്ത് സ്റ്റേപ്പിൾ ഗുഡ്സിൽ വരുന്നത്. ടൂത്ത് പേസ്റ്റ്, സോപ്സ്, ഡിറ്റർജൻസ്, മിൽക്ക്, ഷുഗർ എക്സെട്ര, ഇതൊക്കെ എന്താണ് സ്റ്റേപ്പിൾ ഗുഡ്സിന് എക്സാമ്പിളാണ്. ദെൻ സെക്കൻഡ് വൺ ഇമ്പൾസ് ഗുഡ്സ്. ഇമ്പൾസ്, ദീസ് ആർ പർച്ചേസ്ഡ് വിത്തൗട്ട് എനി പ്ലാനിങ് ഓർ തോട്ട്. യാതൊരുവിധ ചിന്തയുമില്ലാതെ, യാതൊരുവിധ ആസൂത്രണവുമില്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ഇമ്പൾസ് ഗുഡ്സ് എന്നുള്ളത്. ദീസ് ആർ പർച്ചേസ്ഡ് ഓൺ സൈറ്റ്. യൂഷ്വലി വെൻ ദ കൺസ്യൂമർ ഈസ് ബൈയിങ് അതർ പ്രൊഡക്റ്റ് ഹി ബൈസ് ദം സ്പോണ്ടേനിയസ്ലി. മറ്റുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത്
ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് വാങ്ങി പോകുന്ന ഉൽപ്പന്നങ്ങളാണ് ഏത്, ഈ പറയുന്ന ഇമ്പൾസ് ഗുഡ്സ് എന്നുള്ളത്. ന്യൂസ് പേപ്പർ, മാഗസിന്, ചോക്ലേറ്റ്, അതുപോലെ ഐസ്ക്രീംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിന് എക്സാമ്പിളാണ്. നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങി ബില്ലിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിരവധി ക്യാൻഡികളും നിരവധി ചോക്കോ ബാറുകളുമൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ കൂട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അത് ഇമ്പൾസ് ഗുഡ്സ് ആണ്. യാതൊരുവിധ മുൻധാരണയും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള പ്ലാനിങ് ഇല്ലാതെ, ചിന്തയില്ലാതെ ഉൽപ്പന്നങ്ങളെ പർച്ചേസ് ചെയ്യുന്ന രീതിയാണിത്. മൂന്നാമത്തേതാണ് എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. ദീസ് ആർ പർച്ചേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ടു ഫിൽ ആൻ അർജന്റ് നീഡ്. അടിയന്തരമായ ഒരു ആവശ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണേത്, ഈ പറയുന്ന എമർജൻസി ഗുഡ്സ് എന്നുള്ളത്. എ സഡൻ നീഡ് ഫോർ ആൻ അംബ്രല്ല. ഒരു മഴ പെയ്യുന്ന സമയത്ത് വളരെ അർജൻറ്റായിട്ടൊരു കുടയുടെ ആവശ്യം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് ഡ്രഗ്, മെഡിസിൻസിൻ്റെ ആവശ്യം വരുന്നു. അതുപോലെ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് മെൻസ്ട്രൽ കപ്പുകളോ അല്ലെങ്കിൽ സാനിറ്ററി പാഡുകളുടെ ആവശ്യം വരുന്നു. ഇതൊക്കെ എന്താണ്, എമർജൻസി ഗുഡ്സിന് എക്സാമ്പിളാണ്. സോ ദീസ് ആർ ദി മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാനുള്ളത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ ഗുഡ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് കൺസ്യൂമർ ഗുഡ്സ് എന്നും രണ്ട് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും. കൺസ്യൂമർ ഗുഡ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. ദീസ് ഗുഡ്സ് ആർ മെന്റ് ഫോർ യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓർ ഫോർ സം ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ്. ഇവിടെ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് എ വൺ കമ്പനി ഈസ് ദ റോ മെറ്റീരിയൽ ഓഫ് അനദർ കമ്പനി. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അവരുടെ ഫിനിഷ്ഡ് ഫൈനൽ പ്രൊഡക്റ്റ് മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ബൈക്കിൻ്റെ ടയർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി മലബാർ റബ്ബർ ഫാക്ടറി, MRF എക്സാമ്പിളായിട്ട് എടുക്കാം. അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് ഏത്, ബൈക്കിൻ്റെ ടയർ എന്നുള്ളത്. പക്ഷേ ഹീറോ മോട്ടോകോർപ്പ് എന്ന് പറയുന്ന കമ്പനി ഒരു ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആ കമ്പനിയുടെ റോ മെറ്റീരിയലാണ് ഏത്, MRFൻ്റെ ടയർ. അത് മനസ്സിലാക്കി വെക്കുക. ദീസ് ഗുഡ്സ് ആർ മെന്റ് ഫോർ യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓർ ഫോർ സം ബിസിനസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ്. ഏതെങ്കിലും ബിസിനസ്സിൻ്റെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് അറിയുന്നത്. ദീസ് ഗുഡ്സ് ആർ നോട്ട് ഡയറക്ട്ലി യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്തെയില്ല, കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രോസസ്സിങ്. ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്, സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്ന ഒരുപാട് എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് റോ മെറ്റീരിയൽസ് എന്നുള്ളത്. റോ മെറ്റീരിയൽസ് ആർ ദ ബേസിക് ഇൻപുട്ട് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ബേസിക് ഇൻപുട്ടുകളാണ് ഏത്, റോ മെറ്റീരിയൽസ് എന്നുള്ളത്. ദിസ് ഇൻക്ലൂഡ്സ് നാച്ചുറൽ പ്രൊഡക്ട്സ് സച്ച് ആസ് മിനറൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കോട്ടൺ, വീറ്റ്, ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ടിമ്പർ, ഇതൊക്കെ എക്സെട്ര, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഓൾസോ ഇൻക്ലൂഡ് മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ് സച്ച് ആസ് കെമിക്കൽസ്, സ്റ്റീല്, പ്ലാസ്റ്റിക്, സിമെൻറ്റ്, ഫാബ്രിക്. ഇതൊക്കെ എന്താണ്, റോ മെറ്റീരിയൽ ആണ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുന്നതാണ്. അടുത്തതാണ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് എന്നുള്ളത്. ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ്, ദീസ് ആർ ലാർജ് മെഷീൻസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ മെഷീനുകളും വലിയ ഉപകരണങ്ങളുമാണ് ഇത് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിൽ വരുന്നത്. ക്രെയിന്, ബുൾഡോസർ, മിക്സർ മെഷീന് ഒക്കെ എന്ത് ചെയ്യാം, ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഇത് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ദീർഘകാലം വരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആക്സസറി പാർട്സ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ദീസ് ആർ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആൻഡ് ആർ ലെസ് കോസ്റ്റ്ലി.
ചെലവ് കുറഞ്ഞതും എന്നാൽ കാണാൻ സാധിക്കുന്നതും ടച്ച് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന ആക്സസറി പാർട്സിലുള്ളത്. കമ്പ്യൂട്ടേഴ്സ്, ഹാൻഡ് ടൂൾസ്, മോട്ടോഴ്സ്, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ്, പ്രിൻറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുക, എക്സാമ്പിളാണ്. ദീസ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഫോമിംഗ് ഡെയിലി ഓഫീസ് ആക്ടിവിറ്റി. ഉൽപാദന പ്രക്രിയയിലും അതുപോലെ തന്നെ ഡെയിലി ഓഫീസ് ആക്ടിവിറ്റീസിനെ പെർഫോം ചെയ്യുന്നതിനും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കോമ്പണൻസ് പാർട്സ് ആണ് അടുത്തത് വരുന്നത്. ദീസ് ആർ അസംബിൾഡ് ഇൻ ടു ദി ഫൈനൽ പ്രോഡക്റ്റ്. ഫൈനൽ പ്രോഡക്റ്റിലേക്ക് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് ആണ് ഇത്, ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൽ മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കോമ്പണൻ്റ് ആണ്. അതുപോലെ മദർ ബോർഡ്, അതുപോലെ തന്നെയുള്ള മറ്റ് SMPS, അതുപോലെ റോം, അതുപോലെ ഹാർഡ് ഡിസ്ക്, ഇങ്ങനെ തുടങ്ങി നിരവധി കോമ്പണൻറ്റുകൾ, ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത്. സോ അത്തരത്തിലുള്ള പാർട്സുകളാണ് കോമ്പണൻസ് പാർട്സിൽ വരുന്നത്. കാറിൻ്റെ കമ്പനി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ടയർ, ബാറ്ററി, ലാമ്പ്, പിസ്റ്റണ്, റേഡിയേറ്റേഴ്സ്, എയർ കണ്ടീഷനിങ് ഒക്കെ അവരുടെ കോമ്പണൻറ്റ് പാർട്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കപ്പെടുന്നത്. സോ വി ആർ മൂവിങ് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ആദ്യം ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ പറയുന്നു, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. ഉൽപാദകർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിലോ, കൺസ്യൂമർ ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ ഫൈനൽ കൺസ്യൂമേഴ്സ്. അന്തിമ ഉപഭോക്താക്കൾ. ഒരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ത്, ആ ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്നത്. അതായത് അന്തിമ ഉപഭോക്താക്കളാണ്, അന്തിമ ഉപയോഗം നടത്തുന്ന ആളുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്നത്. അതായത് കൺസ്യൂമേഴ്സ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ അവൈലബിൾ ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നത്തെ അത് ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൺസ്യൂമർ ഗുഡ്സ് ആർ അവൈലബിൾ ഫോർ ഫൈനൽ കൺസംഷൻ. കൺസ്യൂമർ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കിയിട്ടുള്ളത്, അന്തിമമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. വോളിയം ഓഫ് പർച്ചേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഈസ് ഹൈ. ഇവിടെ പറയുന്നു എന്ത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വാങ്ങുന്നത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വലിയ അളവിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം, കാറിന് വേണ്ട ടയർ വാങ്ങേണ്ടതുണ്ട്. ടയർ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് 1, 2, 10, 100 എണ്ണം ആയില്ല വാങ്ങുന്നത്, പകരം ലക്ഷക്കണക്കിന് എണ്ണമായിരിക്കും. സോ വളരെ കൂടിയ അളവിലാണ് എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ കൺസ്യൂമർ ഗുഡ്സിലേക്ക് വരുമ്പോഴോ, വോളിയം ഓഫ് പർച്ചേസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഈസ് ലോ. ഡെയിലി നെസസിറ്റീസ്, ദിനംപ്രതി ആവശ്യമായി വരുന്ന ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്നത്. സോ ഉൽപ്പന്നത്തിൻ്റെ വോളിയം, അളവ് വാങ്ങുന്നത് കുറവായിരിക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ പറയുന്നത് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്ലേ എ മൈനർ റോൾ. അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്വാധീനിക്കുന്നത്. കൺസ്യൂമർ ഗുഡ്സിലേക്ക് വരുമ്പോഴോ, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്ലേ എ മേജർ റോൾ. അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അതിൻ്റെ കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിച്ചു. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.